ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ പല വിഷയങ്ങളെ കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമുക്കത് പോരെ എന്ന് തോന്നുമ്പോൾ നമ്മൾ മറ്റാരെങ്കിലും കൂടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്ന് കരുതി നമ്മൾ വല്ലാത്ത വേദന കാരണം കരകയറാൻ വേണ്ടി മറ്റാരെങ്കിലൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ട്. നമ്മുടെ വിഷയങ്ങൾ നമ്മൾ അവരുമായിട്ട് പങ്കുവെക്കും. നമ്മളുടെ ദുഃഖങ്ങൾ അവരോട് പറയും. അവരോടും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ ആവശ്യപ്പെടാറുണ്ട്. നല്ല കാര്യം തന്നെയാണ്. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് മറ്റുള്ളവരോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് പകരം നമ്മൾ തന്നെ പ്രാർത്ഥിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിലൂടെ ദൈവം നമുക്ക് തരുന്ന ആത്മീയ പാഠങ്ങളും ആത്മീയ കരുത്തും വിശ്വാസത്തിന്റെ വർധനവും ദൈവിക ഇടപെടലുകളുമെല്ലാം വ്യക്തിപരമായി അനുഭവിക്കാൻ ദൈവം അത് ഏറ്റവും മനോഹരമായിട്ട് അതിന്റെ പരിഹാരം ചെയ്യുവാനും നമ്മളെ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ മുഖാന്തരമാക്കി തീർക്കും. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മറ്റൊരാളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് നമ്മൾ തനിയെ പ്രാർത്ഥിക്കാൻ ഒരു മനസ്സുള്ളവരാകുക. രഹസ്യത്തിൽ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കുക. ചില സമയം വളരെ ദുഃഖം വരും, കരഞ്ഞു പ്രാർത്ഥിക്കും, അതിനൊന്നും തെറ്റില്ല. പ്രാർത്ഥിക്കുമ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ദൈവം നമുക്ക് നൽകിയ ദൈവവചനത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിനൊത്തവണ്ണം അതിന് മറുപടിയായിട്ട് ദൈവം നൽകിയ വാഗ്ദത്തത്തെ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ആവശ്യമാണ്. അത് വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ചും ആരാഞ്ഞും കണ്ടെത്തുക. അത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. തിരുവചനത്തിൽ ഒന്നിനും മേണയില്ലാതിരിക്കുന്നില്ല. ദൈവവചനത്തിൽ ഒന്നും മറവായിട്ടും ഇരിക്കില്ല. ഒരു മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ ദൈവത്തിന്റെ മറുപടിയും പരിഹാരവും നമ്മൾ എന്തു ചെയ്യണം, ആ സന്ദർഭത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നെല്ലാം ദൈവം തന്റെ വിശുദ്ധ വചനത്തിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവരെ അന്വേഷിക്കുന്ന ആ സമയം പകരം തിരുവചനത്തിലേക്ക് തിരിയുക. ദൈവത്തിന്റെ കൃപ ചോദിച്ചുകൊണ്ട് അത് തുറന്ന് അന്വേഷിക്കുക. അതിൽ ആരാഞ്ഞു കണ്ടെത്തുക. നമ്മളുടെ ഏത് സാഹചര്യവുമായിക്കോട്ടെ അതിനനുയോജ്യമായ, അതിന് മറുപടി നൽകുന്ന, അതിൽ ദൈവത്തിന്റെ സമയം വരെ നിലനിൽക്കുവാൻ കരുത്തേകുന്ന തിരുവചനം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ആ വചനത്തെ കണ്ടെത്തി പ്രാർത്ഥിക്കുക. അതിലൂടെ ദൈവം നമുക്ക് നൽകുന്ന സമാധാനത്തെ നമ്മൾ സ്വീകരിച്ചെടുക്കുക. ചില ബന്ധിക്കപ്പെട്ട അവസ്ഥകൾ, ചില സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രമാകണമെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന തന്നെ വേണം. അതിശക്തമായ ഹൃദയം തുറന്നുള്ള ദൈവത്തോട് ഏറ്റവും സമീപമായിട്ടുള്ള പ്രാർത്ഥന നമ്മുടെ ശീലമായി തീരട്ടെ. മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിന് പകരം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവാലയത്തിൽ പോയ ഹന്ന പുരോഹിതൻ അവിടെ ഇരിക്കുന്നുണ്ടെന്നൊന്നും നോക്കാതെ തന്റെ ഹൃദയത്തിലുള്ളത് മുഴുവൻ വായ തുറന്ന് സംസാരിക്കുന്ന, ഹൃദയത്തെ പകരുന്ന ഒരു സാഹചര്യം നമുക്ക് മാതൃകയായിട്ട് തിരുവചനത്തിലുണ്ട്. അതിനെ സഹായിക്കുന്നത് നമ്മളെ പ്രാർത്ഥിക്കുന്നവരുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന ധൈര്യവും തിരുവചനത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വാഗ്ദത്വവുമാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണെങ്കിലും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മുടെ ആത്മീയ വർധനവിന് ചില വിശ്വാസത്തിന്റെ പടവുകൾ നമ്മളെ കയറുവാൻ ദൈവം സഹായിക്കും. തനിയെ പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ മാത്രം ഹൃദയം പകരുക. മറ്റൊരാളെ വിളിച്ച് സഹായിക്കുന്നതിലും നല്ലത് വിളിച്ചാൽ ഏത് സമയത്തും വിളി കേൾക്കുന്ന ദൈവത്തെങ്കിലും നമ്മുടെ ഹൃദയത്തെ പകർന്ന് ഹൃദയം തുറന്ന് ആഴത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് നമ്മളുടെ രഹസ്യം. ദൈവസനയിലുള്ള നമ്മളുടെ വിജയത്തിന്റെ രഹസ്യം പ്രാർത്ഥന തന്നെയാകട്ടെ. ഒരിക്കലും ദൈവം നമ്മുടെ കണ്ണുനീര് കാണാതിരിക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മളുടെ കണ്ണീര് ദൈവം കാണുന്നുണ്ട്. ദൈവത്താൽ ഒന്നും അസാധ്യമായിട്ടില്ല. ദൈവത്താൽ സകലവും സാധ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം പൊയ്പോകാതെ, തളർന്നു പോകാതെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന ധൈര്യത്തിൽ ക്ഷമയോടിരിക്കുക. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. സമയമാകുമ്പോൾ ദൈവം തന്നെ അത് സാധ്യമാക്കി തരും. ദൈവം നമുക്ക് വേണ്ടി പൊരുതും. നമ്മൾ സ്ഥിരതയോടെ ഇരിക്കുക മാത്രം ചെയ്യുക. ദൈവം നമുക്ക് വേണ്ടി പൊരുതുമെന്നും ഞാൻ അത് ഉറച്ചത് എന്ന ധൈര്യത്തോടെ നമ്മൾ ഇരിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പൊരുതി നമുക്ക് വേണ്ടി യുദ്ധത്തെ വിജയമാക്കി തീർക്കും. ദൈവം തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് അമർന്നിരിക്കുക. ക്ഷമയോടിരിക്കുക. തക്ക സമയത്ത് ദൈവം നിങ്ങൾ മറുപടി നൽകും. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന വർദ്ധിക്കട്ടെ, ശക്തിപ്പെടട്ടെ, ആഴങ്ങളിലേക്ക് ഇറങ്ങട്ടെ. നിങ്ങൾ തന്നെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ധൈര്യമായി പ്രാർത്ഥിച്ച് ജയം നേടുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ സന്ദേശം ഷെയർ ചെയ്യുക. കൂടുതൽ പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നിങ്ങളെല്ലാവരെയും
ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.